ഏഷ്യയിലെ വൻ ശക്തികളാണ് ഇന്ത്യയും ചൈനയും. അതിൽ തന്നെ ചൈനയെ വിശ്വസിക്കാൻ പാടില്ലാത്ത രാജ്യമെന്നാണ് ഇന്ത്യക്കാർ കാലാകാലങ്ങളായിട്ട് ആ രാജ്യത്തെക്കുറിച്ച് പറയുന്നത്. ഇവിടെ ഏഷ്യക്കാരുടെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന ഒരു ജലസ്രോതസ്, അതാണ് ബ്രഹ്മപുത്ര നദിയെ വിശേഷിപ്പിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവന ഉപാധിയുമൊക്കെയാണ് ഈ ബ്രഹ്മപുത്ര നദി. ഇപ്പോൾ ചൈന ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ഒരു വലിയ ഡാം നിർമ്മിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാമായി അത് മാറുന്നു. നിലവിൽ ചൈനയിലെ തന്നെ ത്രീ ഗോർജസ് ഡാം എന്ന് പറയുന്ന അണക്കെട്ടാണ് ഏറ്റവും വലിയ അണക്കെട്ട്. അതിനെ മറികടക്കുന്ന വലിയൊരു ഡാം എന്ന് പറഞ്ഞാൽ $167 ബില്യൺ ചെലവിട്ടാണ് ഈ ഡാം നിർമ്മിക്കുന്നത്. 5 ജലവൈദ്യുത പദ്ധതികളും ഇതിൻ്റെ ഭാഗമായി നിർമ്മിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ വികസന പ്രവർത്തനമല്ലേ എന്ന് ലോകം വീക്ഷിച്ചേക്കാം. അക്ഷരാർത്ഥത്തിൽ അത് ഇന്ത്യക്കുള്ളൊരു പണിയാണ്. അരുണാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായ പേമ ഖണ്ഡു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു വാട്ടർ ബോംബാണ്, എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയിലേക്ക് വന്ന് പതിക്കാൻ കഴിയുന്ന ഒരു ബോംബ്. അതുകൊണ്ട് തന്നെ ചൈനയുടെ നിലപാടുകളെ, നീക്കങ്ങളെ വളരെ സംശയത്തോടു കൂടി മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ. അതായത് വലിയ ഭീഷണി ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ ചൈന പറയുന്നു അങ്ങനെയൊന്നും സംഭവിക്കില്ല, ആ ആശങ്കകൾ, പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് മാത്രമേ ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ, ഇത് നമ്മൾ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ യാങ്സി നദിക്ക് കുറുകെയായിട്ട് ത്രീ ഗോർജസ് ഡാം നിർമ്മിച്ചപ്പോൾ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയെന്നും ഇതോടുകൂടി ചൈനയുടെ ഇത്തരത്തിലുള്ള വാട്ടർ പ്രൊജക്റ്റുകളൊക്കെ നിർത്തുമെന്നും അല്ലെ അവസാനിപ്പിക്കുമെന്നുമാണ് ലോകം കരുതിയത്. പക്ഷേ അതിനേക്കാൾ വലുത് 5 ജലവൈദ്യുത പദ്ധതികൾ പ്രവർത്തിക്കാൻ കഴിയുന്ന നദിയുടെ താഴ്വര പ്രദേശങ്ങളിൽ നിങ്ചി നഗരത്തിൽ നടന്ന ഒരു ഉദ്ഘാടന ചടങ്ങ്. അതിൽ പങ്കെടുത്തത് ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യുയാങ് ആണ്. അപ്പോൾ ലീ ക്യുയാങ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കണമെങ്കിൽ ആ വൈദ്യുത പദ്ധതിക്ക്, ആ അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. നിലവിൽ ടിബറ്റ് എന്ന് പറയുന്ന പ്രദേശം സ്വന്തമാക്കാനായിട്ട് ചൈന ഒന്നിനു പുറകെ ഒന്നായി ഓപ്പറേഷൻ നടത്തുന്നു. പുതിയ ദലൈലാമയെ പ്രഖ്യാപിക്കുമ്പോൾ അത് ചൈനീസ് വംശജൻ അല്ലെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യമുള്ള ഒരാളായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടിബറ്റിനെ സ്വന്തം കൈവെള്ളയിൽ നിർത്താൻ കഴിയും. ഇവിടെ ഇന്ത്യ ടിബറ്റിനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്, ദലൈലാമയും നമ്മൾ ചേർത്ത് പിടിക്കുന്നു. ഒരുപക്ഷെ ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനത്ത് നിന്ന് പുതിയ ദലൈലാമയെ കണ്ടെത്തുകയാണെങ്കിൽ ചൈനയ്ക്ക് ഈ ടിബറ്റിന് മേലുള്ള ആധിപത്യം ഒഴിവാക്കാം, അല്ലെങ്കിൽ അവർക്ക് കടന്നു കയറാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഇത് ചൈന മുന്നിൽ കാണുന്നു. അതുകൊണ്ടാണ് പുതിയ അണക്കെട്ട് ഏതാണ്ട് 2023 ഡിസംബറിലാണ് ഇത്തരമൊരു പ്രോജക്റ്റ് അവർ മുന്നോട്ട് വെച്ചത്. ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അതുമായിട്ട് അവർ ഉദ്ഘാടന പരിപാടിയൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ടിബറ്റൻ ജനതയ്ക്ക് വെള്ളത്തിനൊക്കെ പ്രധാനമായും ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ ബംഗ്ലാദേശികളും ഇന്ത്യയിലും ഒക്കെ ആശ്രയിക്കുന്ന ബ്രഹ്മപുത്ര, യമുന, സിയാങ് തുടങ്ങിയ നദികളിലേക്ക് വെള്ളമൊഴുകുന്ന അതിർത്തി കടന്നുള്ള യാർലു സാങ്പോയെ എങ്ങനെ വേണമെങ്കിലും നിയന്ത്രിക്കാൻ ചൈനയ്ക്ക് കഴിയും. അതായത് വഴിതിരിച്ചുവിടാം, അതല്ലെങ്കിൽ പുതിയ ഡാം നിർമ്മിക്കാനുള്ള അധികാരമുണ്ടാക്കാം. അപ്പോൾ ചൈനയുടെ തന്ത്രം വളരെ കൃത്യമാണ്. ഇന്ത്യ അനാവശ്യമായിട്ട് ടിബറ്റിനെ പിന്തുണയ്ക്കുന്നു, ടിബറ്റുകാർക്ക് എല്ലാ സഹായവും ചെയ്യുന്നു. അത് ഞങ്ങൾക്കിഷ്ടമല്ല. കാരണം എത്രയോ വർഷമായി ടിബറ്റിനെ സ്വന്തം വരുതിയിലാക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അന്ന് ടിബറ്റുകാർ പറഞ്ഞു, ഞങ്ങളൊരു സ്വതന്ത്ര രാജ്യമായിട്ട് നിന്നുള്ള നിങ്ങളുടെ അധീനതയിലുള്ള, അത് ചൈനയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇവിടെ ഇന്ത്യ ശക്തമായ ഒരു രാജ്യമായതുകൊണ്ടും ഇന്ത്യയുടെ സൈനിക സാമ്പത്തിക നിലപാടുകൾ വളരെ ഉയർന്നതായതുകൊണ്ടും ചൈന മറുപണിയുമായിട്ട് രംഗത്തേക്ക് വരികയാണ്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇക്കാര്യം ഗൗരവമായി വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ നമ്മളും സ്വന്തമായിട്ട് നദി പണിയുന്നുണ്ട്. അതൊരു മാസ്റ്റർ പ്ലാൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നീക്കങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് വിടുന്നില്ല. കാരണം അങ്ങനെയാണ് ഇന്ത്യയുടെ നിലപാട്. നമുക്കെതിരെ ഏതെങ്കിലും ഒരു രാജ്യം എന്തെങ്കിലും ഒരു ആക്രമണത്തിന് ഒരുക്ക് കൂട്ടുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് പണി തരാനായിട്ട് ഒരുങ്ങുമ്പോഴോ നമ്മൾ നിശബ്ദമായി ഇരിക്കും. ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ കയറി ആക്രമിക്കും. അതാണ് പാകിസ്ഥാന് നേരെ നടന്ന സർജിക്കൽ സ്ട്രൈക്കുകൾ എന്ന് പറയുന്നത് പോലെ ഇന്ത്യയും ചില നീക്കങ്ങൾ നടത്തുന്നു. ഇപ്പോൾ ഏറ്റവും വലിയ അണക്കെട്ട് ചൈന നിർമ്മിക്കുന്നു. ഇതിൻ്റെ ഒരു അനന്തരഫലം അരുണാചൽ പ്രദേശ്, ആസാം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളും ബംഗ്ലാദേശുമൊക്കെ വെള്ളപ്പൊക്കത്തിൽ അകപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ ബീജിങ്ങിനോട് ആശങ്ക അറിയിച്ചു. എന്നാൽ അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ പണിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതായത് പ്രളയഭീഷണിയെ അതിജീവിക്കുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികളാണ് ഇവർ ചെയ്യുന്നതെന്ന് പറയുന്നു. എന്തായാലും മാനദണ്ഡങ്ങളൊന്നും പാലിക്കാത്ത ഒരു രാജ്യമാണ് ചൈന. ഇപ്പോൾ നമുക്കറിയാം, അന്താരാഷ്ട്ര തലത്തിൽ ജല വിതരണവുമായി ബന്ധപ്പെട്ട് അല്ലെ ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കരാറിലും ചൈന ഒപ്പിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരോടെങ്കിലും രാജ്യാന്തര തലത്തിൽ മറുപടി
മറുപടി പറയാനുള്ള ബാധ്യതയും അവർക്കില്ല. അതുകൊണ്ടാണ് അണക്കെട്ടിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യയും ബംഗ്ലാദേശും അതുപോലെ തന്നെ ടിബറ്റിൻ്റെ കുറേ ഭാഗത്തുള്ള ആളുകളും ഒക്കെ സഹിക്കേണ്ടി വരുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയതും കരയിലെ ഏറ്റവും നീളമേറിയതുമായ ഒരു വലിയ മലയിടുക്കിലാണ് നിലവിൽ ഈ ഡാം നിർമ്മിക്കാനായിട്ട് പോകുന്നത്. അതായത് ബ്രഹ്മപുത്ര നദി ഒഴുകി വരുമ്പോൾ ബംഗ്ലാദേശിലേക്ക് തിരിയുന്ന ഒരു യു ടേൺ പോലെയുള്ള ഒരു പ്രദേശമുണ്ട്. ശരിക്കും ഗ്രേറ്റ് ബെൻഡ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ആ ഭാഗത്താണ് ഈ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടക്കുന്നത്. അതായത് യാർലൂങ് സംഗ്പോ എന്ന് പറയുന്ന നാംച ബർസ പർവ്വതനിരകൾക്ക് ചുറ്റുമായിട്ടായിരിക്കും ഈ അണക്കെട്ടും ജലവൈദ്യുത പദ്ധതികളും ഒക്കെ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ പർവ്വതത്തിലൂടെ 20 കിലോമീറ്റർ താഴേക്ക് ഭൂഗർഭ അറയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഭൂമിക്കടിയിലേക്ക് തുരങ്കങ്ങൾ നിർമ്മിച്ച് ഏതാണ്ട് 100 കണക്കിന് മീറ്റർ താഴേക്ക് തുരങ്കങ്ങൾ നിർമ്മിക്കാം. അങ്ങനെ അതിനടിയിലൂടെ വെള്ളം ഒഴുക്കിക്കൊണ്ട് പോകാൻ ഒന്നിലധികം തുരങ്കങ്ങൾ നിർമ്മിക്കാൻ ചൈനയ്ക്ക് പദ്ധതിയുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. മാത്രവുമല്ല ടിബറ്റൻ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറൻ ഗ്രാമീണ മേഖലയിലൂടെ കുത്തനെയുള്ള താഴ്വരകളിലും ശക്തമായ നദികളിലും ചൈന കണ്ണുവച്ചിട്ടുണ്ട്. അതൊക്കെ കൈയടക്കണമെങ്കിൽ ഇന്ത്യയുടെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാകാൻ പാടില്ല. അവർ വലിയ അണക്കെട്ടൊക്കെ നിർമ്മിക്കുമ്പോൾ എങ്ങനെ വെള്ളം ഒഴുക്കിക്കൊണ്ട് പോകണം എന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കും. ഇപ്പോൾ ബംഗ്ലാദേശിലൂടെ ഒഴുകുന്ന ബ്രഹ്മപുത്ര, യമുന, അതുപോലെ സിയാങ് തുടങ്ങിയ നദികളിലെ വെള്ളം ഒഴുക്കിക്കൊണ്ട് പോകുന്നതിനെക്കുറിച്ച് അവർക്ക് തീരുമാനമെടുക്കാം, ചിന്തിക്കാം. ഇപ്പം ജൈവ വൈവിധ്യത്തിന് പേരുകേട്ട മേഖലയാണ് ഈ ടിബറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ജൈവ വൈവിധ്യമുള്ള താഴ്വരകളിലേക്ക് വെള്ളപ്പൊക്കമുണ്ടാക്കി അത് നശിപ്പിക്കാൻ വേണമെങ്കിൽ ചൈനയ്ക്ക് സാധിക്കും. അതാണ് നേരത്തെ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്, അവിടെ ഒരു വാട്ടർ ബോംബാണ് ചൈന ഒരുക്കിക്കൊണ്ട് വരുന്നത്. സൈനികപരമായ ആക്രമണത്തെക്കാൾ ഏറെ ഭയക്കേണ്ടത് വെള്ളം കൊണ്ടുള്ള ഈ ആക്രമണത്തെയാണ്. അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കം ഉണ്ടായാൽ അതിനെന്ത് ചെയ്യുമെന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ പദ്ധതിയില്ല. അപ്പോൾ സാധ്യമായ ഒരു പ്രദേശത്തെ കൃത്യമായി അണക്കെട്ട് നിർമ്മിച്ചുകൊണ്ട് തങ്ങൾക്കാവശ്യമുള്ള ഒരു ഭീഷണി ഉയർത്താൻ ചൈന നിലപാട് സ്വീകരിക്കും. അപ്പോൾ ഏഷ്യ വൻകരയിൽ ഇന്ത്യ ചൈനയ്ക്ക് ഒരു വലിയ ഭീഷണിയായി ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമുക്കെതിരെ നേരിട്ടൊരു നടപടി ഇവർക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഡെംസാങ്, ഡെംചോക്ക് തുടങ്ങിയ മേഖലയിൽ നിന്ന് ചൈനീസ് സൈനികരെ പിൻവലിക്കുകയും നേരിട്ട് പാകിസ്ഥാൻ്റെ പഹൽഗാം ആക്രമണത്തെ അപലപിക്കുകയും ഒക്കെ ചെയ്തത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനിടയിലാണ് ഷീ ജിൻപിങ്ങിൻ്റെ നേതൃത്വത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാനായിട്ട് $167 ബില്യൺ അവർ മാറ്റിവെച്ചത്. എന്നിട്ട് ചൈനയുടെ പ്രധാനമന്ത്രി ലീ ക്യാങ് തന്നെ നേരിട്ട് ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ചൈനയുടെ പ്രധാനമന്ത്രി നേരിട്ടൊരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഇത്തരം ഒരു ജലവൈദ്യുത പദ്ധതി, അത് ലോകത്തിന് മുന്നിൽ ഞങ്ങൾ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി അല്ലെങ്കിൽ അണക്കെട്ട് നിർമ്മിക്കുന്നു വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇതിൻ്റെ അപകടം ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ടിബറ്റൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദിയെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് തങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ അണ കെട്ടി നിർത്തി വെള്ളം സംഭരിക്കുന്നു. എന്നിട്ട് ജലവൈദ്യുത പദ്ധതികളൊക്കെ നിർമ്മിക്കുന്നു. അപ്പം ഇന്ത്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നും എല്ലാ കാര്യങ്ങളും കൃത്യമായി നിരീക്ഷിക്കുമെന്നും ഔദ്യോഗികമായി തന്നെ ഇന്ത്യ ചൈനയെ അറിയിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്ര നദിയെ തടഞ്ഞു നിർത്തി അല്ലെങ്കിൽ അതിനു കുറുകെ നമ്മളും ഡാം നിർമ്മിക്കും. ഇന്ത്യ കഴിഞ്ഞിട്ട് വേണം ഈ വെള്ളം ഒഴുകി പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെ നമ്മൾ നടത്തുന്ന നിലപാട്, നടപടി അതൊരു മാസ്റ്റർ പ്ലാനാണ്. അത് നരേന്ദ്രമോദിയുടെ NDA സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇത് പക്ഷേ ചൈനയ്ക്കറിയില്ല. പക്ഷേ ചൈന ഗൗരവമായി കാണും. കാരണം നമ്മൾ മിണ്ടാതിരുന്നുകൊണ്ട് എന്തെങ്കിലും നടപടികൾ ചെയ്യുകയോ പ്രവർത്തികളിൽ ഏർപ്പെടുകയോ ചെയ്താൽ അത് ചൈനയെ ഭയപ്പെടുത്താറുണ്ട്. ഇവിടെയും അതുപോലെ ഏഷ്യയുടെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാനായിട്ട് അവർ പോകുന്നു. ഇതിനവർ പേരും ഏതാണ്ട് നിർദ്ദേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അവർ നടക്കുന്നത്. അതായത് മോട്ടുവോ ജലവൈദ്യുത പദ്ധതി എന്നായിരിക്കും ഇവർ അതിന് പേരിടുക. അതിനു വേണ്ടിയിട്ട് വലിയ തോതിൽ പണമൊഴുക്കുന്നു, വലിയ തോതിലുള്ള മനുഷ്യന്മാരുടെ അധ്വാനം അങ്ങോട്ടേക്ക് മാറ്റുന്നു, സാങ്കേതിക വിദ്യ അവിടെ സമന്വയിപ്പിക്കുന്നു. അങ്ങനെ 5 വൈദ്യുത നിലയങ്ങൾ നിർമ്മിച്ച് ടിബറ്റിലേക്ക് ഉൾപ്പെടെ വൈദ്യുതി നൽകാനുള്ള പ്രോജക്റ്റ് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഒരു ജലബോംബ് നിർമ്മിച്ച് എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയിലേക്ക് വെള്ളം തുറന്നു വിടാനും അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളെ വെള്ളത്തിൽ മുക്കാനും കഴിയുന്ന ഒരു ജലബോംബാണ് ചൈന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അരുണാചൽ പ്രദേശ്, അസം
അസാം പോലെയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ത്യ മറുപണി ആരംഭിച്ചിരിക്കുന്നത്. ഈ പണി ഒരു ജലവൈദ്യുത പദ്ധതിയും അണക്കെട്ടും തന്നെയാണ് എന്നതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ശക്തി കാണിക്കേണ്ടത് വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തിയിലൂടെയാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ മാസ്റ്റർ പ്ലാന്റെ വിവരം പുറത്തുവിടാത്തത്. എന്തായാലും അത് ഒരു നല്ല പണി തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.